ഹലോ എവ്രി വൺ, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണിമ മിസ്സാണ്. അപ്പോൾ അതാ എല്ലാവരും നല്ലപോലെ LSSന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ടുള്ള മക്കളാണ്. അപ്പോൾ LSSന്റെ കാര്യം നല്ല രീതിയിൽ ഓർക്കുക. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ EVSലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതാണ്: നിരീക്ഷണക്കുറിപ്പിലെ പക്ഷി ഏത്? വിച്ച് ഇസ് ദ ബേർഡ് ഇൻ ദ ഒബ്സർവേഷൻ നോട്ട്? എണ്ണമയമുള്ള തൂവൽ, വെള്ളത്തിൽ നിന്നും കരയിൽ നിന്നും ഇരപിടിക്കാൻ കഴിയുന്ന കൊക്കുകൾ, ചർമ്മബന്ധിതമായിട്ടുള്ള വിരലുകൾ. അപ്പൊ എന്താണ്? ഓയിലി ഫെതേർഡ് ബീക്ക് ആൻഡ് ലെതറി ഫിംഗേഴ്സ്. പിന്നെ എന്താണുള്ളത്? ദാറ്റ് ക്യാൻ ക്യാച്ച് പ്രേ ഫ്രം വാട്ടർ ആൻഡ് ലാൻഡ്. അപ്പൊ വെള്ളത്തിലും കരയിലും ഒരുപോലെയുള്ള ഒരു പക്ഷിയാണ് ഇതെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം. വേഗം എന്താ ചെയ്യേണ്ടത്? താഴെയുള്ള ഓപ്ഷൻസ് നോക്കാം. താറാവ്, കാക്ക, മയിൽ, വേഴാമ്പൽ. അപ്പൊ നോക്കിക്കേ, കാക്കയായാലും മയിലായാലും വേഴാമ്പലൊക്കെ എവിടെ ഉണ്ടാവുക? അതൊക്കെ കരയിലാണല്ലേ. അപ്പൊ ഒബ്വിയസ്ലി ഏതാണ് ഉത്തരം എന്ന് പറയുന്നത്? യെസ്, നമുക്കറിയാം അല്ലേ, താറാവ്, ഡക്കാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? എപ്പോഴും നോക്കിയിട്ട് ഉത്തരത്തിലേക്ക് എത്തുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ഒട്ടകപ്പക്ഷി, എമു, കിവി എന്നിവ പക്ഷികളാണെങ്കിലും പക്ഷികളുടെ ഒരു പ്രധാന സവിശേഷത ഇവയ്ക്ക് ഇല്ല. എന്താണ് കാര്യം? അപ്പൊ ഓസ്ട്രിച്ച്, എമു ആൻഡ് കിവി ആർ ബേർഡ്സ്. അപ്പൊ ഓസ്ട്രിച്ച് ആണ് ഏറ്റവും വലിയ പക്ഷി അല്ലെ. കിവി ഉണ്ട്, അതേപോലെ തന്നെ എമു ഉണ്ട്. നിങ്ങൾക്ക് അറിയാം ഇവരൊക്കെ എന്താണ്? അത്യാവശ്യം വലിയ വലിയ പക്ഷികളാണ് അല്ലെ. ബട്ട് ദേ ഡു നോട്ട് ഹാവ് വൺ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബേർഡ്സ്. വാട്ട്? എന്താണ്? പറക്കാൻ കഴിയില്ല, കാൺ ഫ്ലൈ. കൊക്കുകളില്ല, നോ ബീക്സ്. ചിറകില്ല, നോ വിങ്സ്. നീന്താൻ കഴിയില്ല, കാൺ സ്വീം. അപ്പൊ ഏതാ കൂട്ടുകാരെ? ചിറകില്ല എന്ന് പെട്ടെന്ന് ചില ആൾക്കാർ കൊണ്ടുപോയി കുത്തും അല്ലേ. പക്ഷെ അതല്ല കേട്ടോ. എന്താണ്? പറക്കാൻ കഴിയില്ല, കാൺ ഫ്ലൈ. ഇവർക്ക് ചിറകുണ്ട്, പക്ഷെ ഭാരം കാരണം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പറക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ. അപ്പൊ നിങ്ങളടുത്ത് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷി നിരീക്ഷണ ദിനം എന്ന് പറയുമ്പോൾ അല്ലെ, നിങ്ങൾ ഒരാളെ കുറിച്ച് നന്നായിട്ട് ആലോചിക്കണം. ആരായിരുന്നു അയാള്? ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ സലീം അലിയെ. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ദിവസം. അപ്പോൾ ഓപ്ഷനിൽ നവംബർ 12, ഒക്ടോബർ 5, നവംബർ 4, ഏപ്രിൽ 9 എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. സോ എൻ്റെ കുട്ടികൾ പറഞ്ഞ ഏതാണ്? യെസ്, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നവംബർ 12 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ഏറ്റവും വലിയ വിരലുകൾ ഉള്ള പക്ഷി ഏതാണ്? വിച്ച് ബേർഡ് ഹാസ് ദ ബിഗ്ഗസ്റ്റ് ടോസ്? അപ്പൊ വലിയ പക്ഷിക്കല്ല ഏറ്റവും വലിയ വിരലുകൾ ഉള്ളതെന്ന് നിങ്ങൾ ഓർക്കണം. ഇവിടെ താമരക്കോഴി, മോതിരത്തത്ത, കാട്ടുതാറാവ്, ഒട്ടകപ്പക്ഷി. സോ ഏതാണ് ആൻസർ? യെസ്, ഏതാണ്? താമരക്കോഴി അല്ലെ. ബ്രോൺസ് വിങ്ഡ് ജക്കാന എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. യെസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ വീണ്ടും വന്നിട്ടുണ്ട്. ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹു ഇസ് നോൺ ആസ് ദ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ? സലീം അലി, വീരേന്ദ്രകുമാർ, സൽമാൻ അലി, നന്ദലാൽ ബോസ്. അപ്പൊ സലീം അലിയും സൽമാൻ അലിയും മാറിപ്പോവാൻ സാധ്യതയുണ്ട് അല്ലെ. അതുകൊണ്ടാണ് മിസ് ആ ക്വസ്റ്റ്യൻ കണ്ടെടുത്തത്. കാരണം എന്താണ്? നിങ്ങൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ അല്ലെ പെട്ടെന്ന് ചാടിക്കയറി കുത്താൻ പാടില്ല. ഏതാണ്? യെസ്, സലീം അലി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ക്ലിയർ ആയിട്ട് ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസറും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, സീ യു.